നീ എൻ സ്വന്തം ഭാഗം 14. കേട്ടിട്ടില്ല അങ്ങനെ. ഏട്ടൻ്റെ പേരുമായിട്ട് ഒരുപാട് നായികമാരുടെ പേരുകൾ കേട്ടിട്ടുണ്ടെങ്കിലും ഏട്ടന് ആരോടെങ്കിലും ഇഷ്ടമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ എന്നോട് പറയാഞ്ഞിട്ടാണോ എന്നെനിക്കറിയില്ല, ശരണ്യ പറഞ്ഞു. ആ, അതും ശരിയായിരിക്കും. ഇനി ആരെങ്കിലും ഇല്ലെങ്കിൽ നീ എന്നെ നന്നായി ഒന്ന് പൊക്കി പറയണം കേട്ടോ. അപ്പോൾ എന്നോടെങ്ങാനും ഒരു ഇഷ്ടം തോന്നിയാലോ, ഭാനു പറഞ്ഞു. ഭാനു പറയുമ്പോൾ ദക്ഷ പറയല്ലേ എന്നൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഭാനുവിനോട് ചുണ്ടിൽ കൈവച്ച് സംസാരിക്കല്ലേ എന്നും പറയുന്നുണ്ട്. അവൾ അതൊന്നും ശ്രദ്ധിക്കാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ്. അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ല മോളെ, ദയ പറഞ്ഞതും എല്ലാവരും ഒന്ന് ഞെട്ടി. ദക്ഷ തലയിൽ കൈവച്ചുകൊണ്ട് ഇരുന്നു. ശ്രീദേവിൻ്റെ ചുണ്ടിലും ഒരു പുഞ്ചിരിയുണ്ട്. നീ ഫോൺ സ്പീക്കറിലിട്ടിരിക്കുകയായിരുന്നോ, ഭാനു ചോദിച്ചു. അതെ ചേച്ചി, ഞാനും ദക്ഷ ചേച്ചിയും കൂടി അല്ലായിരുന്നു സംസാരിച്ചത്, അതുകൊണ്ടാണ് ഫോൺ സ്പീക്കറിലിട്ടത്, അത്രയേ അവൾ പറഞ്ഞുള്ളൂ. അപ്പോഴേക്കും അവിടുത്തെ വീഡിയോ കോൾ കട്ടായി. ദയയും ശ്രീദേവും ചിരിച്ചുകൊണ്ട് ശ്രീദേവ് ദക്ഷയെ നോക്കി. അവൾ ചമ്മി തല കുനിച്ചിരിക്കുകയാണ്. അവൾ പതിയെ തല ഉയർത്തി നോക്കിയതും ശ്രീദേവ് അവളെ പുരികം പൊക്കി എന്താണെന്ന് ചോദിച്ചു. അവൾ ഒന്നുമില്ല എന്ന് തലയണക്കി കാണിച്ചു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും ശ്രീദേവും ദയയും കൈ കഴുകി എഴുന്നേറ്റു. എന്നാൽ പിന്നെ ഞങ്ങൾ പോയിക്കോട്ടെ, തെല്ലൊരു വെപ്രാളത്തോടെ ദക്ഷ അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. പോയിക്കോ എന്ന് ദയ പറഞ്ഞു. അപ്പോഴേക്കും ദയയെ വന്ന് കോസ്റ്റ്യൂമർ വിളിച്ചു കൊണ്ടുപോയി. ദയ പുറത്തേക്ക് ഇറങ്ങിയതും ദക്ഷയും ശരണ്യയും കൂടി പുറത്തേക്ക് ഇറങ്ങാൻ പോയപ്പോഴാണ്, അതെ പറഞ്ഞത് മറക്കണ്ട, ഒരുപാട് വെയിൽ കൊണ്ടൊന്നും കറങ്ങി നടക്കാൻ നിൽക്കണ്ട. പിന്നെ മോളെ, കയ്യിലെ ഫോൺ എപ്പോഴും വേണം, എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാം, ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കുകയും വേണം, ശ്രീദേവ് ശരണ്യയോട് പറഞ്ഞു കൊടുത്തു. ശ്രീദേവ് ശരണ്യയെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് പറയുന്നത്. ചേട്ടനും അനിയത്തിയും തമ്മിലുള്ള സ്നേഹം കണ്ട് ദക്ഷ ഒന്ന് പുഞ്ചിരിച്ചു. അതെ, മതി, ആളെ വൈകിട്ട് തന്നെ പറ്റുമെങ്കിൽ എത്തിക്കാം, ഇത്രയ്ക്കധികം പറയാനായിട്ട് ഞാൻ ആളെയും കൊണ്ട് നാടുവിടുകയല്ല, ദക്ഷ പറഞ്ഞു. അതിന് ശ്രീദേവ് ഒന്ന് പുഞ്ചിരിച്ചു. എന്നാ പോയിട്ട് വരട്ടെ ഏട്ടാ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങാൻ പോയതും ദക്ഷ, ശ്രീദേവ് വിളിച്ചതും അവൾ ഒന്ന് തിരിഞ്ഞു നോക്കി. ശ്രദ്ധിച്ചേക്കണേ എൻ്റെ കുട്ടിയെ, ശ്രീദേവ് പറഞ്ഞു. അതിന് അവൾ ചിരിച്ചുകൊണ്ട് തന്നെ തലയനക്കി. അവരവിടെ നിന്നും നേരെ വീട്ടിലേക്കാണ് ചെന്നത്. വീട്ടിൽ ചെന്ന് കാറിൽ നിന്നും ഇറങ്ങിയ ദക്ഷയുടെ അടുത്തേക്ക് എന്തോ ഒന്ന് കാറ്റുപോലെ വന്നു. പെട്ടെന്നായതുകൊണ്ട് അവൾ കാറിലേക്ക് ചാരി നിന്നു. ഇടി, നിനക്കൊരു വാക്ക് എന്നോട് പറയായിരുന്നില്ലേ, ഭാനു അവളെ കഴുത്തിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. എന്തു പാടി ഇത് എന്ന് പറഞ്ഞ് ദക്ഷ കൈപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ ഇനി എങ്ങനെ ശ്രീദേവ് സാറിൻ്റെ മുഖത്ത് നോക്കും, ആകെ നാണക്കേടായി. അതെ, ഒരു സ്ഥലത്ത് എന്ത് പറയണം എങ്ങനെ പറയണമെന്ന് ആലോചിച്ച് പറയാൻ ഞാൻ നിന്നോട് മുന്നറിയിപ്പ് തന്നിട്ടുള്ളതാണ്. ഇതിപ്പോൾ ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാതെ ഓരോന്ന് പറയുന്നത്, മാറടി അവിടുന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ പിടിച്ച കൈ തട്ടി മാറ്റിക്കൊണ്ട് വാ മോളെ എന്ന് പറഞ്ഞ് ശരണ്യയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി. അകത്തേക്ക് കയറുന്നതിന് ഇടയിൽ ദക്ഷ ഒന്ന് തിരിഞ്ഞു നോക്കി. എന്തോ ആലോചിച്ചുകൊണ്ട് ഭാനു കാറിൽ ചാരി നിൽക്കുന്നുണ്ട്. ആ, ഇനി അവിടെ നിന്ന് ആലോചിക്ക്. നീ വരുന്നുണ്ടോ? വേഗം റെഡിയായിട്ട് വാ, പുറത്തേക്ക് പോവാന്ന് പറഞ്ഞതാ. ആ, ഇനിയിപ്പോൾ അതല്ലേ നടക്കൂ എന്ന് പറഞ്ഞ് ഭാനു അവരുടെ കൂടെ തന്നെ ചെന്നു. അവർ ചെന്നപ്പോഴേ കണ്ടു എല്ലാവരും റെഡിയായി സോഫയിൽ ഇരിക്കുന്നത്. നിങ്ങൾ റെഡിയായിരിക്കുകയാണോ? ദക്ഷ ചോദിച്ചു. ആ, ഞങ്ങൾ കുറേ സമയം റെഡിയായി നിൽക്കുന്നു. അല്ല, നീ ഈ വേഷത്തിലാണോ വരുന്നത്? ഇല്ലടാ, നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? ഇല്ല, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. എന്നാൽ നിങ്ങൾ ഡൈനിങ് റൂമിലേക്ക് ഇരിക്കേ, ഞാൻ അപ്പോഴേക്കും പോയി ഈ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വരാം. പിന്നെ ഇന്ന് ശരണ്യ നമ്മുടെ കൂടെ ഉണ്ടാകും കേട്ടോ. ശ്രീദേവ് സാറ് രാത്രി ലേറ്റാകും ഷൂട്ട് കഴിയുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെന്താ, ഞങ്ങളുടെ കൂടെ കൂടിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് സാരംഗി ശരണ്യയുടെ കൈ പിടിച്ചു. ഞാൻ വേഗം വരാവേ എന്ന് പറഞ്ഞുകൊണ്ട് ദക്ഷ വേഗം മുകളിലേക്ക് കയറി. അവൾ ഒരു ജീൻസും ടോപ്പും ഇട്ടുകൊണ്ട് കഴുത്തിലെയും കയ്യിലെയും ആഭരണങ്ങളെല്ലാം ഊരിവെച്ച് കഴുത്തിൽ നേർത്ത ഒരു ചെയിനും ഒരു കയ്യിൽ ബ്രേസ്ലെറ്റും ഒരു കയ്യിൽ ഒരു വളയും മാത്രം ഇട്ടുകൊണ്ട് അവൾ താഴേക്ക് ഇറങ്ങി വന്നു. അപ്പോഴേക്കും എല്ലാവരും ഡൈനിങ് റൂമിലുണ്ടായിരുന്നു. മുത്തശ്ശിയും അമ്മയും കൂടി ശരണ്യയെ നന്നായി ഭക്ഷണം കഴിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് കണ്ടുകൊണ്ടാണ് അവൾ ചെല്ലുന്നത്. അതെ ആൻറ്റി, ഞങ്ങളും ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ എന്ന് സാരംഗി പറഞ്ഞു. അതിനെന്താ, നിങ്ങളിരുന്നോ, നിങ്ങൾ ഇരിക്കുകയല്ലോ ഭക്ഷണം കഴിക്കുകയല്ലേ, മുത്തശ്ശി ചോദിച്ചു. അതെ, ഞങ്ങളെ കൂടി ഒന്ന് പരിഗണിക്കാം, സാരംഗി പറഞ്ഞു. നിങ്ങളെ ഒരുപാട് പരിഗണിച്ചിട്ടുണ്ട്, അത് നിങ്ങളിൽ കാണാനുണ്ട്.
ഈ കുട്ടി ആദ്യമായിട്ട് വരികയല്ലേ നമ്മുടെ വീട്ടിലേക്ക്, അപ്പോൾ അതനുസരിച്ച് ഈ കുട്ടിയെ പരിഗണിക്കണ്ടേ? മുത്തശ്ശി പറഞ്ഞു. ഓ, ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഭക്ഷണം കഴിച്ചു. ദക്ഷയും അവരുടെ അടുത്തേക്ക് വന്നിരുന്നു. എല്ലാവരും ഭക്ഷണം കഴിച്ചു. ശരണ്യയെ മുത്തശ്ശിയും അമ്മയും ഒരു കുഞ്ഞിനെ പോലെയാണ് കൊണ്ട് നടക്കുന്നത്. ഇവളെ എല്ലാവരും കുഞ്ഞു കുഞ്ഞ് എന്ന് വിളിച്ച് ഇവൾ ശരിക്കും കുഞ്ഞായ പോലെ തോന്നുന്നു. ശ്രീകുട്ടി പറഞ്ഞു. നിനക്ക് അസൂയടി? അസൂയ ആണോ എന്ന് ചോദിച്ചാൽ അസൂയ അല്ലാന്ന് പറയാൻ പറ്റില്ല. എന്ത് കാര്യമായിട്ട് എല്ലാവരും അവളെ നോക്കുന്നത്? നമ്മളെ ഇപ്പോൾ പരിഗണിക്കുന്നതേയില്ല. ശ്രീകുട്ടി പറഞ്ഞു. കുശുമ്പ് കുത്താതെ അടി, ആ കൊച്ച് ആദ്യമായിട്ട് വരുന്നത് കൊണ്ടാ എന്നെ തന്നെ മൈൻഡ് ചെയ്യാത്തത്, ദക്ഷ പറഞ്ഞു. പിന്നീട് അവർ ഭക്ഷണം കഴിച്ച് എല്ലാവരും അവിടെ നിന്നും എഴുന്നേറ്റു. അതെ, വലിയ വണ്ടി എടുക്ക്, എല്ലാവർക്കും കൂടി അതിൽ പോകാൻ പറ്റില്ലല്ലോ, മുത്തശ്ശി പുറത്തേക്കിറങ്ങിയ അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ആ, ഞാൻ എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ദക്ഷ ഗ്യാരേജിലേക്ക് ചെന്നു. അവിടെ നിന്നും ഇന്നോവ ക്രിസ്റ്റ എടുത്തുകൊണ്ട് അവൾ പുറത്തേക്ക് വന്നു. എല്ലാവരും കാറിൽ കയറി. ദക്ഷയാണ് കാറ് ഡ്രൈവ് ചെയ്തത്. കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ശരണ്യയാണ് ഇരുന്നത്. അവൾക്ക് കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ് അവൾ കൂടെ ഇരുത്തിയത്. മുത്തശ്ശിയോടും അമ്മയോടും യാത്ര പറഞ്ഞ് അവർ നേരെ മാളിലേക്ക് വിട്ടു. അന്ന് മുഴുവനും അവർ മാളിലും അവിടുത്തെ ഫുഡ് കോർട്ടിലും എല്ലാം കറങ്ങി നടന്നു. ശരണ്യയ്ക്ക് വീട്ടിലിടാൻ പാകത്തിനുള്ളതും പിന്നെ 2-3 നല്ല ഡ്രസ്സുകൾ നോക്കി ദക്ഷ തന്നെ സെലക്ട് ചെയ്തു. അത് അവൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് അവർ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും സമയം 6 മണി കഴിഞ്ഞിരുന്നു. ദൈവമേ, രാവിലെ കയറിയത് ഇങ്ങോട്ട്, ഇപ്പോൾ നോക്കി ഈ മാളിലേക്ക് കയറിക്കഴിഞ്ഞാൽ സമയം പോകുന്നത് അറിയേയില്ല, സാരംഗി പറഞ്ഞു. അല്ല, നിനക്ക് വീട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ മേടിക്കണ്ടേ? ദക്ഷ ചോദിച്ചു. അതിനി നാളെ ആവാം, അത് നമുക്ക് ബ്രോഡ്വേയിലേക്ക് ഇറങ്ങാം, അവിടെ നിന്നും മേടിക്കാം, അതായിരിക്കും ലാഭം, സാരംഗി പറഞ്ഞു. ആ സമയം കൊണ്ട് തന്നെ ശരണ്യയുടെ ഫോണിലേക്ക് 3-4 തവണ ശ്രീദേവ് വിളിച്ചു. അവളെ മാത്രമല്ല ദക്ഷയെയും വീട്ടിൽ നിന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. വേഗം വാ മോളെ, ആ കുട്ടിയും കൊണ്ട് ഇനി ഈ രാത്രി കറങ്ങി നടക്കാൻ നിൽക്കണ്ട. ആ അമ്മ, ഞങ്ങൾ വരാം, ഒരു 1/2 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ എത്തും എന്ന് പറഞ്ഞ് ദക്ഷ ഫോൺ കട്ട് ചെയ്തു. അന്ന് രാത്രി എല്ലാവരുടെയും കൂടെ ഇരുന്ന് ശരണ്യ ഡിന്നർ കഴിച്ചു. ദക്ഷയുടെ അച്ഛനും അമ്മയും മുത്തശ്ശിയും എല്ലാം അവളോട് നന്നായി തന്നെ പെരുമാറി. അവരുടെ പെരുമാറ്റം അവൾക്ക് ഒരുപാട് സന്തോഷം തോന്നിച്ചു. ദേചേച്ചിയും അച്ഛനും അമ്മയും മുത്തശ്ശിയുമായിട്ട് നല്ല കൂട്ടാണെന്ന് തോന്നി. അത്രയും ക്ലോസ് ഫ്രണ്ട്സിനെ പോലെയാണ് അവർ സംസാരിക്കുന്നതും ഇടപഴകുന്നതും എന്നും ശരണ്യയ്ക്ക് തോന്നി. തൻ്റെ വീട്ടിൽ മുത്തശ്ശനും മുത്തശ്ശിയും അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ടെങ്കിലും ഇത്രയും അടുപ്പം അവരുമായിട്ട് തോന്നിയിട്ടില്ല എന്ന് ശരണ്യയ്ക്ക് തോന്നി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും എല്ലാവരും വീണ്ടും ഹാളിൽ ഒത്തുകൂടി. അതെ, എന്തെങ്കിലും കളിക്കാം നമുക്ക് എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി ഇരുന്നു. ലൂഡോ കളിക്കാം എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി. അവരുടെ കൂട്ടത്തിൽ ദക്ഷയുടെ അച്ഛനും ഉണ്ടായിരുന്നു. എല്ലാവരും ആ സമയം സന്തോഷിക്കുകയായിരുന്നു. രാത്രി കിടക്കുന്നതിന് മുമ്പ് ശ്രീദേവ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ശ്രീദേവ് വീട്ടിലെത്തി എന്ന് പറഞ്ഞു. വീട്ടിൽ വന്ന് കൊണ്ടുവരാൻ വരണോ എന്ന് ചോദിച്ചതും വേണ്ട ഏട്ടാ, ഞാനിവിടെ ഓക്കെയാണ്. അവൾ ഫോണും എടുത്ത് കുറച്ച് മാറി നിന്ന് ശ്രീദേവിനോട് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ ഓക്കെ ആണെന്നല്ല ഏട്ട പറയേണ്ടത്, ഒത്തിരി ഹാപ്പിയാണെന്ന് വേണം പറയാൻ. ഇവിടുത്തെ അച്ഛനും അമ്മയും മുത്തശ്ശിയും എല്ലാം എന്ത് സ്നേഹമായിട്ടാണ് സംസാരിക്കുന്നതും പെരുമാറുന്നതും. ദക്ഷ ചേച്ചിയാണെങ്കിൽ അച്ഛനോട് ശരിക്കും ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ എല്ലാവർക്കും മുതിർന്ന ആൾക്കാരോട് പേടിയും ബഹുമാനവും കൂടിയാണ്. അതുകൊണ്ട് അവരോട് ഇത്രയും നന്നായിട്ട് നമ്മളാരും സംസാരിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നിപ്പോയി, ശരണ്യ പറഞ്ഞു. അപ്പോൾ മോൾക്ക് വിഷമമായോ അതൊക്കെ കണ്ടപ്പോൾ? ശ്രീദേവ് ചോദിച്ചു. വിഷമമായെന്നോ ചോദിച്ചാൽ സങ്കടമായിട്ട ശരിക്കും. കാരണം നമ്മുടെ വീട്ടിലൊന്നും കിട്ടാത്ത ഒരു സുരക്ഷിതത്വം, ഒരു സന്തോഷം എനിക്ക് ഇവിടെ തോന്നുന്നു, ശരണ്യ പറഞ്ഞു. അപ്പോൾ ഇങ്ങോട്ട് വരുന്നില്ലേ? അവിടെ കൂടാനാണ് ഉദ്ദേശം? ശ്രീദേവ് ചോദിച്ചു. ഇല്ല ഏട്ടാ, ഏട്ടൻ നാളെ നേരത്തെ വരാണെങ്കിൽ ഇവിടെ വന്ന് എന്നെ കൊണ്ടുപോകുമോ? അതിനെന്താ, കൊണ്ടുപോകാമല്ലോ. മോൾക്ക് ഏട്ടനെ കാണാതെ വിഷമാവുന്നുണ്ടോ? വിഷമാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഏട്ടാ. കാര്യം ഏട്ടനെ എപ്പോഴും എൻ്റെ കൂടെ കിട്ടാറില്ലെങ്കിലും ഇപ്പോൾ എൻ്റെ അടുത്തില്ലേ ഏട്ടൻ, അപ്പോൾ കാണാതിരിക്കുമ്പോൾ ഒരു വിഷമം, അവൾ പറഞ്ഞു. എന്നാ ഏട്ടൻ ഇപ്പം അങ്ങോട്ട് വരട്ടെ? അയ്യോ വേണ്ട ഏട്ടാ, അതിൻ്റെ ആവശ്യമില്ല, ഞാനിവിടെ നിന്നോളാം. പിന്നീടും ആ സംസാരം നീണ്ടുപോയി. ദക്ഷയുടെ വീട്ടുകാരെക്കുറിച്ച് പറയാനേ അവൾക്ക് സമയമുണ്ടായിരുന്നുള്ളൂ. ശ്രീദേവിന് ഉറക്കം വരുന്നുണ്ടായിരുന്നു എങ്കിലും അവൾ പറയുന്നത് നല്ല കേൾവിക്കാരനെ പോലെ കേട്ടിരുന്നു. കുറച്ചു നേരം കൂടി സംസാരിച്ചതിന് ശേഷം രണ്ടുപേരും ഫോൺ കട്ട് ചെയ്തു. ശരണ്യ ദക്ഷയുടെ അടുത്തേക്ക് ചെന്നു.
ദക്ഷയും ശരണ്യയും ശ്രീകുട്ടിയും സാരംഗിയും കൂടിയാണ് ബെഡിൽ കിടന്നത്. താഴെ നല്ല വലിയൊരു ബെഡ് വിരിച്ചിട്ടുണ്ട്. ഭാനുവും ശ്രാവണിയും കൂടി അതിലും കിടന്നു. ഒരുപാട് വൈകിയാണ് അന്ന് എല്ലാവരും എഴുന്നേറ്റത്. എല്ലാവരും കൂടി ഉള്ളത് കൊണ്ട് തന്നെ അമ്മയും മുത്തശ്ശിയും വിളിക്കാനും വന്നില്ല. കണ്ണ് തുറന്ന് എല്ലാവരും ഒരുമിച്ച് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി താഴേക്ക് ചെന്നു. അപ്പോൾ ഇന്നെന്താ പരിപാടി? പുറത്തേക്കൊന്നും പോകുന്നില്ലേ? മുത്തശ്ശി ചോദിച്ചു. പിന്നെ പോകുന്നുണ്ടല്ലോ, പക്ഷെ ഇപ്പില്ല, വൈകിട്ട്, ദക്ഷ പറഞ്ഞു. വൈകിട്ടോ? ഇന്ന് വൈകിട്ട് ദേവചേച്ചിക്കും ശ്രീദേവ് സാറിനും മറൈൻ ഡ്രൈവിലാണ് ഷൂട്ട്. അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് പോകുമ്പോൾ ശരണ്യയെ ശ്രീദേവ് സാർ കൊണ്ടുപോകുമെന്ന് പറഞ്ഞത്, ദക്ഷ പറഞ്ഞു. ശരണ്യ എല്ലാവരെയും നോക്കി. മോൾക്ക് പോണോ? ഇവിടെ നിന്നാ പോരെ? ദക്ഷയുടെ അമ്മ വാത്സല്യത്തോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഞാൻ ഇനിയും വരും. ഏട്ടനുള്ളപ്പോൾ അവിടെ ഒറ്റയ്ക്കാവില്ലേ? ഞാനും കൂടി ഉണ്ടെങ്കിൽ ഏട്ടന് സന്തോഷാകും, അവൾ പറഞ്ഞു. എന്നാൽ പിന്നെ വേഗം റെഡിയായിക്കോ, നമുക്ക് ഇറങ്ങാം. ഒന്ന് കറങ്ങിയിട്ടൊക്കെ നമുക്ക് മറൈൻ ഡ്രൈവിലേക്ക് പോകാം എന്ന് പറഞ്ഞ് അവർ വേഗം റെഡിയായി ഇറങ്ങി. അവർ നേരെ ബ്രോഡ്വേയിലേക്കാണ് പോയത്. ബ്രോഡ്വേയിലൂടെ ഒന്ന് ചുറ്റിക്കറങ്ങി. ഓരോ കടകളിലും കയറി ഇറങ്ങി. വിലപേശിയും അവരോട് വഴക്കുണ്ടാക്കിയും എല്ലാം നടന്നു. ശരണ്യയ്ക്ക് അതെല്ലാം ഒരു പുതിയ അനുഭവമായിരുന്നു. അത്രയും കടകളിൽ കയറിയിട്ട് നിസ്സാര സാധനങ്ങളെ വാങ്ങിയിട്ടുള്ളൂ എന്ന് അവൾ ശ്രദ്ധിച്ചു. ഇതിപ്പോൾ ഒന്നും വാങ്ങിയിട്ടില്ലല്ലോ, കുറേ കടകളിൽ കയറിയല്ലോ. അങ്ങനെ പെട്ടെന്നൊന്നും വാങ്ങാൻ പാടില്ല. ഇവിടെ കണ്ട വിലയായിരിക്കില്ല അടുത്ത ഷോപ്പിൽ. അപ്പോൾ നമ്മൾ അടുത്ത ഷോപ്പിലേക്ക് കയറും. അങ്ങനെ ഓരോ കടകളും കയറി ഇറങ്ങിയാണ് വാങ്ങുന്നത്, ശ്രീകുട്ടി പറഞ്ഞു. കുറേ നടന്നപ്പോഴേക്കും എല്ലാവർക്കും ക്ഷീണം തോന്നി. അതെ, നല്ല ക്ഷീണമായി ചേച്ചിമാരെ, കാലു വേദനിക്കുന്നു, ശരണ്യ പറഞ്ഞു. മോളെ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ നടക്കണം, അല്ലാതെ എപ്പോഴും നിന്റെ ആ പാലസിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു കാര്യമില്ല, ഭാനു പറഞ്ഞു. എടാ, കൊച്ചു പറഞ്ഞത് ശരിയാണ്, കുറച്ച് നേരമായാലോ നടക്കാൻ തുടങ്ങിയിട്ട്, സാരംഗിയും പറഞ്ഞു. എന്നാൽ പിന്നെ ഇനി മറൈൻ ഡ്രൈവിലേക്ക് പോകാം, അവിടെ അവർ വന്നിട്ടുണ്ടെന്ന് ചേച്ചിയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു, ദക്ഷ പറഞ്ഞു. പിന്നീട് എല്ലാവരും തിരിച്ചു നടന്നു. അവർ മറൈൻ ഡ്രൈവിലേക്ക് ചെന്നു. അവിടെ ഷൂട്ടിംഗ് തുടങ്ങിയിട്ടുണ്ട്, നിറയെ ആളുകളുമുണ്ട്. നമുക്ക് അങ്ങോട്ട് മാറിയിരിക്കാം എന്ന് പറഞ്ഞ് അവർ കുറച്ച് മാറി ഒരു തണൽ മരത്തിൻ്റെ ചുവട്ടിൽ ഇരുന്നു. അതിലെ പോകുന്ന കപ്പലണ്ടിയും സ്നാക്സ് ഐറ്റംസും എല്ലാം വാങ്ങി കഴിച്ചുകൊണ്ട് അവർ അവിടെ ഇരുന്നു. അവരുടെ കുറച്ചു മാറിയാണ് ക്യാരവാൻ ഇട്ടിരിക്കുന്നത്. അതിൽ ഇരുന്നു കൊണ്ട് ശ്രീദേവ് പുറത്തെ അവരുടെ കളിച്ചിരികൾ കാണുന്നുണ്ടായിരുന്നു. യാദൃച്ഛികമായി പുറത്തേക്ക് നോക്കിയപ്പോഴാണ് അവർ ഇരിക്കുന്നത് കാണുന്നത്. ഇങ്ങോട്ട് വിളിക്കണ്ട എന്ന് തോന്നി. ആളുകൾ ചുറ്റും കൂടി ഇരിക്കുന്നുണ്ട്. അവർ ഇങ്ങോട്ട് വരുമ്പോൾ അത് ആളുകൾ ശ്രദ്ധിക്കുന്നതിന് കാരണമാകും എന്നുള്ളത് കൊണ്ട് അവൻ അവരെ വിളിച്ചില്ല. എന്നാൽ അവർ ചെയ്യുന്നത് എല്ലാം നോക്കി അവനിരുന്നു. ശരണ്യയുടെ മുഖത്തെ പുഞ്ചിരി അവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ദക്ഷയുടെ കയ്യിൽ അപ്പോഴും അവളുടെ പിടുത്തമുണ്ടെന്ന് അവൻ ശ്രദ്ധിച്ചു. തിരിച്ച് ദക്ഷയും അവളെ പിടിച്ചിട്ടുണ്ട്. ഷോട്ട് റെഡിയായി എന്ന് പറഞ്ഞതും ശ്രീദേവ് ക്യാരവാനിൽ നിന്നും ഇറങ്ങി. ദയയും ഇറങ്ങി. ആളുകളുടെ ഒച്ചയും ബഹളവും എല്ലാം കേട്ടപ്പോൾ അവരെല്ലാവരും തിരിഞ്ഞു നോക്കി. നിന്റെ ചേട്ടനും നിന്റെ ചേച്ചിയും ഇറങ്ങിയിട്ടുണ്ട്, അതിൻ്റെ പ്രകടനമാണ് ആ കേൾക്കുന്നത്, ഭാനു പറഞ്ഞു. നിനക്ക് കാണണമെന്നുണ്ടോ ശ്രീദേവ് സാറിനെ? അവളെ കളിയാക്കിക്കൊണ്ട് സാരംഗി ചോദിച്ചു. ഞാൻ കാണും, എനിക്ക് കാണുന്നത് കൊണ്ട് എന്താ കുഴപ്പം? അത് ശരിയാ, നിനക്ക് കുഴപ്പമൊന്നുമില്ല. നിനക്ക് അപാര തൊലിക്കട്ടിയ മോളെ, ലേശം ഉളുപ്പ് നിനക്കുണ്ടോ? സാറിൻ്റെ മുഖത്ത് നോക്കാൻ ശ്രീകുട്ടി ചോദിച്ചു. എന്തിന്? ഈ സാറിൻ്റെ അടുത്ത് വന്ന് ഒത്തിരി പെൺകുട്ടികൾ ഇഷ്ടമാണെന്നും ലവ് യു എന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഒരുപാട് ലെറ്റേഴ്സും ഫോൺ കോൾസും എല്ലാം വന്നിട്ടുണ്ടാവും. അതിനിടയ്ക്ക് ഈ പാവം ഞാൻ ഒന്ന് സാറിൻ്റെ സഹോദരിയോട് ഒരു റെക്കമെൻഡേഷൻ ചോദിച്ചു എന്നല്ലേ ഉള്ളൂ. അതിത്ര വലിയ സംഭവമാക്കാൻ നിൽക്കണ്ട, ഭാനു പറഞ്ഞു. അവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് രണ്ട് ആൺകുട്ടികൾ അവരുടെ അടുത്തേക്ക് വന്നത്. പെട്ടെന്ന് ദക്ഷയുടെ കണ്ണ് വന്ന് പുറകിൽ നിന്ന് പൊത്തിയതും അവൾ പെട്ടെന്ന് ഞെട്ടലോടെ ആ കയ്യിൽ കയറി പിടിച്ചു. ആരാണെന്ന് പറയാവോ? കൂടിയുള്ള ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു. ആരത്? അവൾ ചോദിച്ചു. നീ പറയ് ആരാണെന്ന്. അത് എനിക്ക് അരവിന്ദ്, പെട്ടെന്ന് ദക്ഷ പറഞ്ഞു. നിനക്കെങ്ങനെ മനസ്സിലായി? അവളുടെ കണ്ണുകളിൽ നിന്നും കൈയെടുത്തുകൊണ്ട് അവൻ ചോദിച്ചു. പിന്നെ ഇത്രയും സ്വാതന്ത്ര്യത്തോടെ വന്ന് കണ്ണ് പൊത്തണമെങ്കിൽ അത് നീയായിരിക്കുമെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് ദക്ഷ അവൻ്റെ വയറ്റിനിട്ട് ഒന്ന് ഇടിച്ചു. ആ കലക്കല്ലടി മോളെ. അതെന്താ, നിനക്ക് ഗർഭമുണ്ടോ? ശ്രീകുട്ടി ചോദിച്ചു. ഗർഭം നിന്റെ അച്ഛന്. അയ്യേ, എൻ്റെ അച്ഛന് ഗർഭമൊന്നുമില്ല.
ഇനി ഉണ്ടാകണമെങ്കിൽ അത് അമ്മയ്ക്കേ ഉണ്ടാക്കൂ. പക്ഷേ അതും ഉണ്ടാകാൻ സാധ്യതയില്ല. ഞാൻ ഒറ്റ മോളെ വെച്ചുകൊണ്ട് തന്നെ അവർക്ക് മതിയായി. ശ്രീകുട്ടി പറഞ്ഞു. ആ, അവർക്ക് ബോധവും ബുദ്ധിയും ഉണ്ട്. അതുകൊണ്ടാണ് നിന്നിൽ അവർ നിർത്തിയത്. വെറുതെ എന്തിനാ ഈ ലോകത്തിന് ഭാരമായിട്ട് നിന്നെപ്പോലെയുള്ള തോൽവികളെ ഈ ഭൂമിയിലേക്ക് ജനിപ്പിക്കുന്നത് എന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ടാവും. അരവിന്ദ് പറഞ്ഞു. അല്ലടാ, നിങ്ങളെന്താ ഇവിടെ? പെട്ടെന്ന് ദക്ഷ ചോദിച്ചു. അത് ചുമ്മാ ഒന്ന് ഓഫീസിൽ നിന്ന് ഇറങ്ങിയതാ. അപ്പോൾ ഇവൻ പറഞ്ഞു ഒന്ന് നടക്കാൻ വന്നപ്പോഴാണ് ഇവിടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞത്. പിന്നെ ആ വണ്ടിയിൽ വെച്ച പോസ്റ്ററിൽ നിന്നും ദയ അഭിനയിക്കുന്ന പടമാണെന്ന് മനസ്സിലായി. എന്നാ പിന്നെ അവളെ എങ്ങാനും കണ്ടാലോ എന്ന് വിചാരിച്ച് ഒന്ന് നടന്നതാ. പക്ഷേ അവളെ കണ്ടില്ല, അവളുടെ അനിയത്തിയെ കണ്ടു. അവൻ പറഞ്ഞു. അല്ല, നിങ്ങളെന്താ എല്ലാവരും കൂടി ഇവിടെ? അവൻ ചോദിച്ചു. ഞങ്ങൾ ദേച്ചേച്ചിയുടെ അടുത്തേക്ക് വന്നതാ. അതെന്താ, അവൾ വീട്ടിലേക്ക് വരില്ലേ? എറണാകുളത്ത് ഷൂട്ടിംഗ് ആണെങ്കിൽ അവൾ വീട്ടിലുണ്ടാവുമെന്ന് അപ്പച്ചി പറയുന്നുണ്ടായിരുന്നല്ലോ. ചേച്ചി വീട്ടിൽ വരും. ഞങ്ങളിതേ ഈ കുട്ടിയെ കൊണ്ടുവന്നാക്കാൻ വേണ്ടി വന്നതാ, ദക്ഷ പറഞ്ഞു. ഇതാരാടാ എന്ന് ചോദിച്ചുകൊണ്ട് അരവിന്ദ് അവളുടെ തോളിലൂടെ കൈയിട്ടു. ഇത് ആരാണെന്ന് നിനക്ക് പറയാൻ പറ്റുമോ? ഒരു സെലിബ്രിറ്റിയാണ് എന്ന് ദക്ഷ പറഞ്ഞതും അരവിന്ദ് ശരണ്യയെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഇല്ല, മനസ്സിലായില്ല. എടാ, നിനക്ക് മനസ്സിലായോ എന്ന് കൂടെ നിൽക്കുന്ന ആളോട് ചോദിച്ചതും ദക്ഷയും കൂട്ടരും അയാളെ നോക്കി. അല്ലടാ, ഇതാരാണ്? ദക്ഷ കൂടെ നിൽക്കുന്ന ആളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അയ്യോ, പരിചയപ്പെടുത്താൻ മറന്നോടാ, സോറി കേട്ടോ. ഇത് എൻ്റെ ഫ്രണ്ടാണ്, പേര് വിഷ്ണു പ്രസാദ്. ഞങ്ങൾ ഒരുമിച്ച് കോളേജിൽ പഠിച്ചതാണ്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ജോലിക്ക് കയറി. ഇവിടെ എൻ്റെ കൂടെ തന്നെയാണ് അവൻ വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് അരവിന്ദ് വിഷ്ണു പ്രസാദിനെ പരിചയപ്പെടുത്തി കൊടുത്തു. ദക്ഷ, ഇതാരാണെന്ന് പറയേ, എത്ര ആലോചിച്ചിട്ടും പിടി കിട്ടുന്നില്ലല്ലോ. അരവിന്ദ് പറഞ്ഞു. എടാ, ഇത് ശ്രീദേവ് സാറിൻ്റെ സഹോദരിയാണ്. ഏത്, ആക്ടർ ശ്രീദേവിൻ്റെയോ? ആ അതെ, അദ്ദേഹം ഇവിടെയുണ്ടല്ലേ ഈ വർക്കിൽ? അതെ, ഈ സിനിമയിൽ ശ്രീദേവ് സാറും ദയചേച്ചിയുമാണ് അഭിനയിക്കുന്നത്, ദക്ഷ പറഞ്ഞു. എന്നിട്ട് നിങ്ങളെന്താ ഈ കുട്ടിയെയും കൊണ്ട് ഇവിടെ ഇരിക്കുന്നത്? അത് ശരണ്യ ഞങ്ങളുടെ കൂടെയായിരുന്നു. അപ്പോൾ ഇന്ന് അവൾക്ക് ഏട്ടൻ്റെ ഒപ്പം നിൽക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ശ്രീദേവ് സാറിൻ്റെ അടുത്ത് ആക്കാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ, ദക്ഷ പറഞ്ഞു. അതെയല്ലേ? എടാ, ദയ എവിടെയുണ്ടോ? ഞാൻ വിളിച്ചു നോക്കി, അവളുടെ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. ചേച്ചി ഷോട്ടിലാണ്, ഞാൻ വിളിച്ചിട്ടില്ല, എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങളിവിടെ മാറിയിരിക്കുന്നത്, ദക്ഷ പറഞ്ഞു. അല്ല, നിങ്ങളെന്താ മിണ്ടാതിരിക്കുന്നത്? അരവിന്ദ് അവളുടെ കൂട്ടുകാരെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അല്ല, സാറിന് ഞങ്ങളെ കണ്ണി പിടിക്കുന്നുണ്ടോയെന്ന് അറിയില്ലല്ലോ. വന്നിട്ട് കുറേ സമയമായേ, ഞങ്ങളോടൊന്നും സംസാരിക്കുന്നില്ല. മുറപ്പെണ്ണിനോടാണല്ലോ സംസാരം മുഴുവനും, ശ്രീകുട്ടി പറഞ്ഞു. തീരെ കുശുമ്പില്ലല്ലോ എൻ്റെ പെണ്ണിന് എന്ന് പറഞ്ഞ് അരവിന്ദ് ശ്രീകുട്ടിയുടെ കയ്യിൽ പിടിച്ച് വലിച്ച് അവളെ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തി. മതി മതി, കൈയെടുക്ക്. ഇപ്പോഴാണ് എന്നെ കണ്ടുള്ളൂ അല്ലേ? എത്ര ദിവസമായി ഞങ്ങൾ വന്നിട്ട്? ഒന്ന് കാണാൻ തോന്നിയില്ലല്ലോ. ഇപ്പോൾ എന്താ പറഞ്ഞത്? ഓഫീസിൽ നിന്നിപ്പോൾ വെറുതെ ഇറങ്ങിയതാണെന്നല്ലേ, അല്ലാതെ എന്നെ കാണാൻ വന്നതൊന്നുമല്ലല്ലോ, അവൾ തെല്ല് പരിഭവത്തോടെ പറഞ്ഞു. ഇതെല്ലാം കേട്ട് ഒന്നും മനസ്സിലാകാതെ എല്ലാവരെയും നോക്കിയ ശരണ്യയെ നോക്കിക്കൊണ്ട് ദക്ഷ പറഞ്ഞു. ഇത് എൻ്റെ അച്ഛൻ്റെ സിസ്റ്ററുടെ മകനാണ്, പേര് അരവിന്ദ്, അഡ്വക്കേറ്റാണ്, ഹൈക്കോടതിയിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഈ നിൽക്കുന്ന എൻ്റെ ശ്രീകുട്ടിയുടെ ഭാവി വരനും എന്ന് പറഞ്ഞാണ് ദക്ഷ പരിചയപ്പെടുത്തി കൊടുത്തത്. എന്നാൽ അത് കേട്ടതും ശരണ്യ കണ്ണുകൾ വിടർത്തി ശ്രീകുട്ടിയെ നോക്കി. നിറഞ്ഞൊരു പുഞ്ചിരിയോടെ അവൾ തലയണക്കി കാണിച്ചു. അപ്പോൾ ഇന്നത്തെ സ്പോൺസർ കിട്ടി സാറേ, ഇന്നത്തെ ചെലവ് മുഴുവനും സാറിൻ്റെ വക, ദക്ഷ പറഞ്ഞു. എൻ്റെ കയ്യിലൊന്നും കാശില്ല, നിന്റെ കയ്യിലുണ്ടാവുമല്ലോ ഒത്തിരി കാശ്, അതുകൊണ്ട് തന്നെ മോളെ സ്പോൺസർ ചെയ്താൽ മതി, അരവിന്ദ് പറഞ്ഞു. ഞാൻ എന്നും സ്പോൺസർ ചെയ്തും മടുത്തു, ഇന്നെന്തായാലും മാറ്റി പിടിക്കുകയാണ്. ഒരുപാട് കാശുണ്ടാവുമല്ലോ, കുറേ പാവങ്ങളെ പറ്റിച്ച് കാശുണ്ടാക്കിയിട്ടുണ്ടല്ലോ, കുറേ കള്ളക്കേസ് വാദിച്ച് കാശ് ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കേ, അത്രയും പാപം സാറിൻ്റെ തലയിൽ നിന്ന് കുറയും, ദക്ഷ പറഞ്ഞു. ആരാടി കള്ളക്കേസ് വാദിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അവൻ വന്ന് ദക്ഷയുടെ ചെവിയിൽ പിടിച്ചു. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് ക്യാരവാനിലേക്ക് കയറിയ ശ്രീദേവ് നിൽക്കുന്നുണ്ടായിരുന്നു. അവന് അതെല്ലാം കണ്ടപ്പോൾ ചെറിയൊരു ദേഷ്യം വരുന്നത് പോലെ തോന്നി. ദക്ഷയുടെ കയ്യിൽ കയറി പിടിച്ചുകൊണ്ട് അവളെ പിടിച്ചു വലിച്ച് ചേർത്ത് നിർത്തുന്ന അരവിന്ദനെ അവൻ നോക്കി.
വിടടാ എന്നെല്ലാം പറഞ്ഞ് അവൾ കുതറാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവൻ അവളുടെ 2 കൈയും പുറകിലേക്ക് ആക്കി പിടിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചാണ് നിൽക്കുന്നത്. ഇതെല്ലാം കണ്ട് ശ്രീദേവിൻ്റെ ക്ഷമ നശിക്കാൻ തുടങ്ങി. അവൻ വണ്ടിയിൽ നിന്നും ഇറങ്ങി അവരുടെ അടുത്തേക്ക് പോകാൻ പോയതും അപ്പോഴാണ് അവൻ്റെ അടുത്തേക്ക് ദയ വരുന്നത്. ശ്രീദേവ്, അവർ വിളിച്ചിട്ടുണ്ടായിരുന്നോ? ഞാൻ വിളിച്ചിട്ട് എടുക്കുന്നില്ല, ദയ പറഞ്ഞു. അവരെത്തിയിട്ടുണ്ട്, ദാ അവിടെയുണ്ട്. ശ്രീദേവ് ചൂണ്ടിക്കാണിച്ചു കൊടുത്ത ഭാഗത്തേക്ക് ക്യാരവാൻ്റെ ഉള്ളിലൂടെ തന്നെ ദയ നോക്കി. അത് അരവിന്ദല്ലേ? അവനെവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് ദയ ഫോണെടുത്ത് ആരെ വിളിക്കുന്നത് ശ്രീദേവ് കണ്ടു. ദക്ഷയെ പിടിച്ചിരിക്കുന്ന ആളുടെ ഫോൺ ചെവിയിലേക്ക് വയ്ക്കുന്നത് ശ്രീദേവ് കണ്ടു. എടാ അരവിന്ദ്, നീ ഇതെന്താ കാണിക്കുന്നത്? ഇത് വീടല്ല, ഇത് പൊതുസ്ഥലമാണ്. നാണമില്ലല്ലോ നിനക്ക് അവരോട് വഴക്കൂടാൻ? ഒന്നുമില്ലെങ്കിലും നിന്റെ പെണ്ണടുത്തില്ലേ, അതെങ്കിലും ഓർക്കണ്ടേ, ദയ പറഞ്ഞു. നിന്റെ പെണ്ണ് അടുത്തില്ലേ എന്നുള്ള ആ ഒരു ചോദ്യം മാത്രമാണ് ശ്രീദേവ് ആ സമയം കേട്ടത്. ഹായ്, സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സ്റ്റോറിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.